ചേട്ടൻ മലയാളിയല്ലേ? അതെ. അയ്യോ മലയാളി. പിന്നെ ഞാൻ പേര് കണ്ടായിരുന്നു ബുക്ക് ചെയ്തപ്പോ. ഓ, പഠിക്കുകയാണോ? പഠിത്തമൊക്കെ കഴിഞ്ഞ ചേട്ടാ, ജോലി നോക്കി നടക്കുകയാണ്. ജോലിയില്ല, ഒന്നുമില്ല. ഇപ്പൊ വണ്ടി ഓടിച്ച് നടക്കണം. ഫാമിലിയൊക്കെ? ഫാമിലി ഒന്നും ഇല്ല ചേട്ടാ, നമ്മള് തന്നെ. അപ്പൊ ഡേറ്റിംഗ് ആയിരിക്കും. ഡേറ്റിംഗ് ഒക്കെ ഒരു യുദ്ധമല്ലേ ചേട്ടാ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഡേറ്റിന് ഒരു കഫേയില്, ഫുള്ള് പുസ്തകം കഫേയിൽ. നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പോലും പുസ്തകം എടുത്ത് നോക്കിയിട്ട് ഞാൻ പിന്നെ ഒരു ജാടാക്കിയിട്ട് അങ്ങോട്ട് ഇരുന്നു. അപ്പൊ ഉണ്ടല്ലോ ഇവളൊരു പുസ്തകമായിട്ട് വന്നേക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, ദിസ് റിമൈൻസ് ഓഫ് യു. പുസ്തകത്തിന് വേറെ തന്നെയായിരുന്നു. സത്യലാട്ടോ നോട്ട് ഗിവിങ് എ ഫക്ക്. ഇവിടെ ഇനി കളിയാക്കിയതാണോ കാര്യമായിട്ട് പറഞ്ഞാണോ എന്നറിയില്ല ചേട്ടാ. പിന്നെ നമുക്ക് കുറച്ച് ഗ്ലാമറൊക്കെ ഉള്ളതുകൊണ്ട് ഇവള് മെസ്സേജ് അയച്ച് ഈ വൈബ് അങ്ങ് സെറ്റായില്ല. ഞാൻ പിന്നെ അതങ്ങ് നിർത്തി. ഇങ്ങോട്ട് വന്നിട്ട് നോ പറയേണ്ട അവസ്ഥ. ഓഹ്, എന്തൊരവസ്ഥ ചേട്ടാ. താൻ ക്രിസ്ത്യാനിയല്ലേ? റോമൻ കാത്തലിക്? ആ, ഇങ്ങനെ മനസ്സിലായിട്ട് അതൊക്കെ മനസ്സിലായി. എടാ, എൻ്റെ ഒരു പെൺകുട്ടിയുണ്ട്, IT ജോലി, നാട്ടില് കോട്ടയം. ഇവിടെ വന്നിട്ട് 2 വർഷമായി. PR ഉണ്ട്. നല്ല കുടുംബം, നല്ല സ്വഭാവം, നല്ല ശമ്പളം. നീ ഇതൊന്ന് നോക്കിയേ. ചേട്ടനുള്ള കൊള്ളാലോ. എടാ, നാട്ടിലൊരു മാട്രിമോണിയൽ കൺസൾട്ടന്റ് ആയിരുന്നു. ഞങ്ങൾ ഫാമിലി ആയിട്ട് ഈ ബിസിനസ്സിലാണ്. കേരളത്തിൽ ഇപ്പൊ മാർക്കറ്റ് കുറവാ, ഇവിടെ നല്ല സ്കോപ്പാ. അയ്യോ, എന്താ നിർത്തിയേ? എടാ, എൻ്റെ ഒരു അപ്രോച്ച് ഇങ്ങനെ കേട്ടോ, വേറെ ഓപ്ഷൻസ് ഉണ്ട്. ചേട്ടൻ്റെ ലൊക്കേഷൻ എത്തി? ആഹാ, ലൊക്കേഷൻ എത്തിയോ? എടാ, ഇതിൽ നല്ലൊരു മാച്ച് നിനക്ക് കിട്ടാനില്ല. നിന്റെ നമ്പർ കൊടുക്കട്ടെ ചേട്ടാ. ഇത് നടക്കും. ഇത് ജോസിന്റെ ഗ്യാരണ്ടി. കൊടുക്കട്ടെ.